ഹായ്, ഞാൻ ഐഷ റാനിയ. കഴിഞ്ഞ പ്രാവശ്യത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാനൊരു സിമ്പിൾ ഈസി വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചില്ലി പനീർ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ക്യൂബായിട്ട് കട്ട് ചെയ്ത പനീറാണ്. ഫസ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് മാരിനേഷൻ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും പച്ചമുളകും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് കളർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിലേക്ക് നമുക്ക് ഇനി സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഫസ്റ്റ് ഞാൻ സോയാ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ, 1 സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസാണ് ഇതൊരു 1.5 സ്പൂൺ. പിന്നെ ഇത് ചിക്കൻ ക്യൂബാണ്. ഇപ്പം എല്ലാ സ്ഥലത്തും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ചിക്കൻ ആണ്, വെജും ഉണ്ട് ചിക്കനും ഉണ്ട്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങുക, ചിക്കൻ ക്യൂബ് തന്നെ വാങ്ങുക. ഇതൊരു 3/4 ഭാഗം പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളകും, നമ്മൾ വേറൊരു പൊടികളും ആഡ് ചെയ്യുന്നില്ല. അപ്പം നോക്കിയിട്ട് ആവശ്യത്തിന് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളകാണ് ഇതിന് മെയിൻലി എരിവ് കൊടുക്കുന്നത്, അതേപോലെ നമ്മൾ പച്ചമുളകും.
അപ്പം നോക്കിയിട്ട് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പനീർ ഓവറായിട്ട് കരിഞ്ഞു പോയരുത്, പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ പനീർ ഏകദേശം ആയിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ ഇത് തുറന്നിട്ട് നമ്മുടെ പനീർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മാരിനേഷൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച വെള്ളത്തിലൊരു 5 തൊട്ടിട്ട് 10 മിനിറ്റ് വരെ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് നേരെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. മാരിനേഷൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം റെസിപ്പിയിൽ ചേഞ്ച് വരുത്താം. സോസുകളൊക്കെ അതിൽ നല്ലോണം ഒന്ന് പിടിക്കണം. ഇനി ഇതിലേക്ക് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ നമ്മൾ സോയ സോസ്, ഗ്രീൻ ചില്ലി സോസ്, അതേപോലെ ചിക്കൻ ക്യൂബ്, ഈ 3 സാധനത്തിലും അത്യാവശ്യത്തിന് നല്ല ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റിന് മൂടി വെക്കാം. ഹായ്, ഇതിന് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പനീർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പ്രോട്ടീൻ്റെ വളരെ നല്ലൊരു സോസാണ്. ഞാൻ പനീർ ആയിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് ചിക്കണും ബീഫും ഇത് രണ്ടും കൊണ്ട് ഉണ്ടാക്കാം. ഈവൻ ഇപ്പം ഫിഷിലാണെങ്കിൽ പ്രോൺസും. അത് ഞാനിപ്പോൾ പനീർ മാരിനേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ബീഫും ചിക്കണും മാരിനേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 10 to 12 മിനിറ്റ് നമ്മൾ ഏകദേശം മാരിനേറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ചിക്കണും ബീഫും ആകുമ്പോൾ അതൊരു ½ an hour മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റേറിയൻസിന് ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വേറൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.